ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്തറിയോ? ഒരു പുളിക്കൂട്ടാനാണ്. ഇങ്ങനെ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാലും ഞാൻ ഉണ്ടാക്കിയതൊന്ന് വീഡിയോസ് എടുത്തിടുകയാണ്. കുറച്ച് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് വെച്ചിട്ട് അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ചിലവർ തേങ്ങ അരച്ചിട്ട് വെക്കും, ചിലവർ അങ്ങനെ വെക്കും, തേങ്ങ അരക്കാതെ വെക്കും. ഞാൻ എന്താട്ടി തേങ്ങ അരക്കാതെ വെച്ച് നോക്കി, എങ്ങനെയുണ്ട് നോക്കാം. നല്ല അടിപൊളിയായിട്ടാ, എനിക്കിഷ്ടമാണ് കറി. പുളിഞ്ചാറ് അറിയും, ചിലര് പുളിക്കൂട്ടാൻ അറിയും. എങ്ങനെ ചില നാട്ടിലെ ചെറിയ ഭാഷക്കാരൻ എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് മീനൊന്ന് കുതിർത്താൻ വെക്കാം നമുക്ക്. എന്നിട്ട് മീൻ വറക്കാനുള്ള കേട്ടോ. അതിക്ക് രസം ചെറിയ ഉള്ളിയും ചീനമുളകും പാടെ ചതച്ചിട്ടിട്ട് അരച്ചാണ്ട് തിന്നാണ്ടല്ലോ, എന്ത് സൂപ്പറാക്കാരെന്നറിയോ. എനിക്കിഷ്ടമാണ്. ഞാനൊക്കെ ഉണക്കമീൻ വറക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ചെറിയ ഉള്ളി ചീനമുളക് വറുത്തുകൊണ്ട് ചതച്ചിട്ട് അരച്ചിട്ട് മീനിക്കിടും. ചെറിയ ഉള്ളി മിക്സിയിൽ അരക്കണേ അങ്ങനെ ഉരലുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് പറ്റി അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ടത് മറക്കരുത്. ഇതിലെന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളേക്കാണ് ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക. ചീനമുളകുണ്ടല്ലോ, നിങ്ങൾ എന്താ ഇപ്പം ഞെട്ടിയെന്ന് പറയുന്നത്? ഞെട്ടി തരാം. അതിന് വിറ്റാമിൻ എ ഞെട്ടിൻ്റെ തരേ. അപ്പം ഞെട്ടി ആരും കളയരുത് കേട്ടോ. ചീനമുളകൊക്കെ അരിക്കുമ്പോൾ ആരോടെങ്കിലും ചീനമുളക് ഉണ്ടെങ്കിൽ ഇവിടെ എടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് തരുമുണ്ട് കേട്ടോ. ഇതൊക്കെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിക്കണ്. നമുക്ക് മസാല കൂട്ടായിക്കിട്ടാ. കുറച്ച് മുളക് പൊടി ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ചെറിയ ഉള്ളി ചീനമുളക് അരച്ച്, ഇങ്ങനെയൊക്കെ അരച്ചാൽ നല്ലൊരു മണം വരുമല്ലോ അല്ലേ? നമ്മൾ മീൻ വറക്കുമ്പോൾ ചെറിയ ഉള്ളിയും ചീനമുളകും ഇട്ടുന്ന് അരച്ച് വെക്കണേ, നല്ലൊരു മണം വരുന്നതാണ്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ? മഴ ഉണ്ട് അവിടെയൊക്കെ? ഇവിടെ മഴയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് 2 ദിവസമായിട്ട് രാവിലെ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ആകുമ്പോഴത്തേന് ചിലപ്പോൾ നല്ല മഴ ഉണ്ടാകും, ചിലപ്പോൾ ചാറിയും കൊണ്ടേക്കാരം. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കുന്നില്ലേ. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മീൻ കായം കൂട്ടിക്കണ്. നിങ്ങൾക്ക് മുളക് വേണമെങ്കിൽ മുളക് കുറച്ചും പാടെ ഇടാം കേട്ടോ. ഞാനും കുറച്ചിട്ടുള്ളൂ. എന്നിട്ട് എന്താ നിങ്ങളെ വിശേഷങ്ങൾ? എന്തെങ്കിലും ഒന്ന് മുണ്ടി, എന്താ മുണ്ടാതിരിക്കണ്? കറിക്കെല്ലാം അറിയാം. തക്കാളിയും പച്ചമുളകും അവിടെ ഉണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് ഇനി പുളിക്കൂട്ടാൻ ഉണ്ടാക്കാം. പുളിയും ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാം. ചെല്ലുവിൽ ചെറിയ ഉള്ളി ചതച്ചിടും. അങ്ങനെയൊക്കെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും. തുള്ളി വെളിച്ചെണ്ണയൊക്കെ വെച്ചാലേ നല്ല അടിപൊളിയാണ് കറക്റ്റാ. പുളിക്കൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നുറുക്കല കഴിഞ്ഞ്. നിങ്ങളോട് എങ്ങനത്തെ കലം ഉണ്ടാ? കുട്ടിക്കാലം. ഞങ്ങളോട് ചെറിയ പുളിഞ്ഞാറൊക്കെ വെക്കാല്ലേ. ഞങ്ങൾക്കൊക്കെ അത് മതി. എനിക്ക് തക്കാളി ആദ്യം വെള്ളം ഒഴിച്ചിട്ടാ, ഞാൻ പറയാൻ മറന്ന്. വെള്ളം ഒഴിച്ച് അയക്കുന്നത്, പിന്നെ തക്കാളിയും പച്ചമുളകും കീറിയതിട്ട് കുറച്ച് ഉപ്പിട്ട് ശേഷം തക്കാളി ഒന്ന് വേകുമ്പോഴത്തേന് നമുക്ക് തുള്ളി ചായ കുടിക്കാൻ വെച്ചിട്ടാ. മിക്സറും ചായ കുടിക്കാൻ നിൽക്കട്ടെ.
വെള്ള മിച്ചറാണ് എനിക്ക് ഇഷ്ടമുള്ള മിച്ചറാണ് വെള്ള മിച്ചറ്. അങ്ങനെ മിച്ചറും ചായയും കുടിച്ചു. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം 10 മിനിറ്റ് കട്ടൻ ചായ, ചൂടുള്ള കട്ടൻ ചായ, രാവിലത്തെ ഫുഡിങ്ങാട്ട. അതിന് ശേഷം തക്കാളിയും പച്ചമുളകും വെന്ത് അതിക്ക് നമുക്കൊരു മീൻ എടുത്തിട്ട് എന്തെന്നറിയാം, മീനും പാടെ ഇട്ടാലായിരിക്കും ഒന്നും പാടെ വെറൈറ്റി. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിക്കണ്ട. തക്കാളി നല്ലപോലെ വെന്ത് നമുക്ക് ആണെങ്കിൽ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം. അങ്ങനെയൊക്കെയാണ്. അതിലേക്ക് ഞങ്ങൾക്ക് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, എരിവിന് അനുസരിച്ചുള്ള എല്ലാം ചെയ്തോളുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്തിക്കണ്ട. ഈ രാവിലെ നല്ലൊരു തിരക്കാക്കാറില്ലേ. ഞാനൊക്കെ ആണെങ്കിൽ അറിയാം 8:10 കുളിക്കാൻ നിൽക്കുമ്പോഴത്തേന്, എന്നിട്ട് ചടുപ്പിടേന് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നുമ്പത്തിന് നേരം പോകും. ചിലപ്പോൾ കടയൊക്കെ നേരം വൈകിട്ടുണ്ടാവും. ഇതങ്ങനെ പുളിയും പറഞ്ഞ് പുളിയെന്താ ഇങ്ങനെയാണ് പുളിയും ചാറുണ്ടാക്കുക. അത് വേണ്ടൊരു തുള്ളി വെളിച്ചെണ്ണ വറ്റിച്ച നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, അതും പാടെ ചതച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമുക്ക് മീൻ പൊരിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ മീൻ പൊരിക്കട്ടെ. അങ്ങനെ കറി റെഡിയാക്കി വെച്ച് പിന്നെ ഒക്കെ കഴിഞ്ഞ് മീൻ പൊരിക്കാൻ നിൽക്കുമ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് എണ്ണ വെച്ച് അതിക്ക് മീൻ നുരുന്നതിനെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇനി വറുത്തെടുക്കാം. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോണ്ടിട്ടില്ല. ചെറിയ ഉള്ളിയും ചീനമുളകില്ലേ ഉള്ളവർ അത് ചതച്ചിട്ട് തയ്യാന്നല്ലോ, നല്ല രസം ഉണ്ടാവും മീൻ. അങ്ങനെ ചെയ്തേക്കൊണ്ടിട്ടാ, ആരും മറക്കരുത്. ഇങ്ങനെ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്താ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളൊക്കെ ഉണ്ടാക്കണമൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വീഡിയോസ് എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് കരുതരുതേ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് എങ്ങനെയെന്ന്, മനസ്സിൽ കരുതിയാലും പുറത്ത് കൂടരുത്. അങ്ങനെ മീൻ വരച്ചിട്ട്